പത്തനംതിട്ടയിൽ സിപിഐഎം സ്വീകരിച്ച യദുകൃഷ്ണന്റെ കയ്യിൽ നിന്നും പിടികൂടിയത് കഞ്ചാവ് അല്ലെന്ന സിപിഐഎം വാദം തള്ളി എക്സൈസ്. പിടികൂടിയത് കഞ്ചാവ് തന്നെയാണെന്ന് പത്തനംതിട്ട എക്സൈസ് വിഭാഗം ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകി. യദുകൃഷ്ണന്റെ പക്കൽ നിന്നും കഞ്ചാവ് പിടിച്ചെടുത്തത് എക്സൈസ് ഉദ്യോഗസ്ഥൻ അസീസ് നടത്തിയ ഗൂഢാലോചനയെന്ന് സിപിഐഎം പത്തനംതിട്ട ഏരിയ കമ്മിറ്റി നേതൃത്വം ആരോപിച്ചിരുന്നു. താൻ 23 വർഷമായി എക്സൈസ് വകുപ്പിൽ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്നു. തനിക്ക് ഒരു രാഷ്ട്രീയവുമില്ല. മുഖ്യമന്ത്രിയുടെ മെഡൽ വാങ്ങിയ ആളാണ് താൻ. പരിശോധനയിൽ യദുകൃഷ്ണന്റെ കയ്യിൽ നിന്നും കഞ്ചാവ് പിടിച്ചെടുത്തിരുന്നുവെന്നും എക്സൈസ് ഉദ്യോഗസ്ഥൻ അസീസ് വ്യക്തമാക്കി. കാണുന്ന സാറ് കൂടെ പോയി കണ്ടു, അങ്ങനെ എടുത്താണ് കേസ്. നമുക്ക് ആരോടും ഒരനുഭവമില്ല, പരിചയവുമില്ല, അറിയത്തുമില്ല. കണ്ട കാര്യം കണ്ട പോലെ മാസ്റ്ററിലുണ്ട്. ഞാനിപ്പോൾ 23 വർഷമായിട്ട് എക്സൈസിലുണ്ട്. ഞാൻ മുഖ്യമന്ത്രി മെഡൽ 2 വർഷം എനിക്ക് കിട്ടിയായിരുന്നു. ഒരുപാട് ഗുഡ് സർവീസ് സെൻറ്റർ കിട്ടിയിട്ടുണ്ട്. 2022 സ്റ്റേറ്റ് നർക്കോട്ടിക്സ് സ്ക്വാഡിൽ ഒരു അംഗം കൂടിയാണ് ഞാൻ. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും പോയി കേസുകൾ അന്വേഷിക്കാനും കേസുകൾ കണ്ടെടുക്കാനും പ്രൊഫസർമാരെ സഹായിക്കുന്ന ജോലി കൂടെ എനിക്കുണ്ട് സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ട്. എനിക്ക് സർക്കാർ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയമില്ലല്ലോ. യദുകൃഷ്ണന്റെ കയ്യിൽ നിന്നും കഞ്ചാവ് വലിക്കുന്ന ഉപകരണവും കണ്ടെടുത്തതായി പത്തനംതിട്ട എക്സൈസ് വിഭാഗം എക്സൈസ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മലയാലപ്പുഴ മയിലാടുംപാറ സ്വദേശി യദുകൃഷ്ണനിൽ നിന്നും 2 ഗ്രാം കഞ്ചാവ് എക്സൈസ് സംഘം പിടികൂടിയത്. യദുകൃഷ്ണനെ കേസിൽപ്പെടുത്താൻ വേണ്ടി എക്സൈസ് ഉദ്യോഗസ്ഥൻ അസീസ് ശ്രമിച്ചതായും ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും സിപിഐഎം പത്തനംതിട്ട ഏരിയ കമ്മിറ്റി സെക്രട്ടറി NV സഞ്ജു വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച പത്തനംതിട്ട കുമ്പഴയിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ സിപിഐഎം നേതൃത്വം യദുകൃഷ്ണനെ മാലയിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിച്ചിരുന്നു. പാർട്ടിയിലേക്ക് സ്വീകരിച്ച് 3-ാം ദിവസമാണ് യദുകൃഷ്ണൻ കഞ്ചാവ് കേസിൽ പ്രതിയായത്. അതേസമയം തന്നെ കഞ്ചാവുമായി എക്സൈസ് സംഘം പിടികൂടിയിട്ടില്ലെന്ന് കാണിച്ച് യദുകൃഷ്ണൻ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. റിപ്പോർട്ടർ പത്തനംതിട്ട.